ഒരു ചെറിയൊരു കഥ പറയാം. ഒരു മരത്തിൻ്റെ പൊത്തിൽ ഒരു പാമ്പിൻ്റെ ഒരു കുടുംബം ജീവിച്ചിരുന്നു. അച്ഛൻ പാമ്പ്, അമ്മ പാമ്പ്, അങ്ങനെ അവരുടെ കുട്ടികളും. അതിൽ ഒരു കുട്ടിപ്പാമ്പ് ഭയങ്കര കുറുമ്പും ഭയങ്കര ക്യൂരിയസും ആയിരുന്നു. കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെ അവൻ എല്ലാ ദിവസവും അവൻ്റെ അച്ഛൻ പാമ്പിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം അച്ഛനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു കീരി ഇവരുടെ മുമ്പിൽ ഒന്ന് ചാടുകയാണ്. അപ്പോൾ കീരിയെ കണ്ടിട്ട് യുദ്ധത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ പാമ്പ് പേടിച്ചിട്ട് വഴി മാറിപ്പോവും. അപ്പോൾ ഈ കുട്ടിപ്പാമ്പ് ആലോചിക്കും, അച്ഛനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണല്ലോ കീരി, എന്നാൽ ഇനി കാര്യങ്ങൾ പഠിക്കാൻ കീരിയുടെ പിന്നാലെ പോവാം എന്ന് വിചാരിക്കും. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കീരിയുടെ പിന്നാലെ പോകുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കീരിയുടെ ഓപ്പോസിറ്റ് ഒരു പട്ടി വരുന്നത്. പട്ടിയെ കണ്ടതും കീരി പേടിച്ചിട്ട് അതിൻ്റെ വഴിക്ക് ഓടിപ്പോവും. അപ്പോൾ ഈ കുട്ടിപ്പാമ്പ് വിചാരിക്കും, കൊള്ളാലോ, കീരിയേക്കാളും സ്ട്രോങ് ആയിട്ടുള്ളതാണല്ലോ പട്ടി, എന്നാൽ ഇനി ബാക്കി കാര്യങ്ങൾ പട്ടിയുടെ പിന്നാലെ നടന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞ് പട്ടിയെ ഫോളോ ചെയ്തിട്ട് നടക്കാൻ തുടങ്ങും. പട്ടി കുറേ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കുട്ടി കളിക്കണ കാണും. ആ കുട്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ആ കുട്ടി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലെടുത്തിട്ട് അതിനെ എറിഞ്ഞു ഓടിക്കും. പട്ടി പേടിച്ചു ഓടും. അപ്പോഴീ കുട്ടിപ്പാമ്പ് വിചാരിക്കും, പട്ടിയാണ് സ്ട്രോങ് എന്ന് വിചാരിച്ചിരുന്നത്, അവനേക്കാളും സ്ട്രോങ് ആണ് ഈ കുട്ടിയുടെ പിന്നാലെ പോവാം എന്ന് പറയും. അങ്ങനെ നടന്ന് ഈ കുട്ടി ഒരു ഊഞ്ഞാൽ കാണും. അതിലിരുന്നിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ മുതിർന്ന ഒരു മനുഷ്യൻ വരും. ആൾ വന്നിട്ട് പറയും, എനിക്കടാ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിക്കും. ആ ഊഞ്ഞാലുമേൽ പുള്ളി കയറി ഇരുന്നിട്ട് പുസ്തകം വായിച്ച് ആടി തുടങ്ങും. അപ്പോഴാണ് ഈ പാമ്പിന് തോന്നുന്നത്, ആ കുട്ടിയേക്കാളും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഇദ്ദേഹമാണ്, ഈ മനുഷ്യനാണ്, ഇങ്ങോരോട് ഒന്നിട്ട് ചെന്ന് പറയാം, ഞാൻ ഭയങ്കര ഫാനാണ്, എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങവരുടെ അടുത്തേക്ക് ചെല്ലാണ്. ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെല്ലാൻ നോക്കുമ്പോഴേക്കും പാമ്പിനെ കണ്ട് പേടിച്ചിട്ട് പുസ്തകമൊക്കെ തീതെറിഞ്ഞ് അയാൾ അയ്യോ പാമ്പ് എന്ന് പറഞ്ഞാൽ അയാൾ ഓടിപ്പോവും. അപ്പോഴാണ് ഈ കുട്ടിപ്പാമ്പ് ആലോചിക്കുന്നത്, ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇയാളാണ് ഭയങ്കര സ്ട്രോങ്, നമ്മൾ തന്നെയാണല്ലോ സ്ട്രോങ് എന്ന് ആലോചിക്കണത്. ഇത് കാര്യം ഒരു ചെറിയൊരു കഥയാണ് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലൊരു ഭയങ്കര ഡീപ്പായിട്ടൊരു മീനിങ് ഉണ്ട്. മറ്റുള്ളവരുടെ പ്രൊഫൈലിലേക്ക് എത്തി നോക്കാണ്ടതേയും മറ്റുള്ളവരുടെ കഴിവുകളെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് ഈ കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുന്നവർക്ക് ഉള്ള ഒരു പാഠമാണ് സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ സെൽഫ് ബിലീഫ്. നമ്മുടെ കഴിവുകൾ എന്താണെന്നും എവിടെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ബെറ്റർ വേർഷനാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ റെസിപ്പി ഫോർ യുവർ സസ്റ്റൈനബിൾ സക്സസ്.